വരും സീസണിലെ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡിനെ കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? കാരണം പുതിയ ഒരുപാട് താരങ്ങൾ ടീമിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ മുന്നേ തന്നെ ആൾറെഡി അതിൽ നല്ലൊരു സ്ക്വാഡ് നിലവിൽ റയൽ മാഡ്രിഡിനുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വരുന്ന സീസണിലെ റയൽ മാഡ്രിഡിൻ്റെ പെർഫോമൻസ്, ടീമിൻ്റെ അവസ്ഥ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള പല അഭിപ്രായക്കാരും ഉണ്ടല്ലേ. ഇപ്പോൾ ലാസ്റ്റ് എൻട്രിക്ക് വരെ, ബ്രസീലിൻ്റെ എൻട്രിക്ക് വരെ ടീമിലെത്തിക്കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് മുന്നേ എംബാപ്പെ PSG എല്ലാ വർഷവും റയലിലേക്ക് ചേക്കാറാൻ നിന്നീനെ അല്ലെങ്കിൽ താല്പര്യപ്പെട്ടിരുന്ന ഒരു താരമായിരുന്നു കിലിയൻ എംബാപ്പെ. ഓരോ വർഷവും ഇതേപോലുള്ള ഇത് വരുമ്പോൾ എംബാപ്പേൻ്റെ പേരായിരിക്കും മുന്നിലുള്ളത്. എംബാപ്പെ ടു റയൽ മാഡ്രിഡ്, എംബാപ്പെ ടു റയൽ മാഡ്രിഡ് എന്നുള്ള ന്യൂസുകളൊക്കെ ഒരുപാട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേട്ടു. അതിൻ്റെ ഒക്കെ അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ടൊരു ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. പണ്ട് മുതലേ അദ്ദേഹം റയലിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ അവസാനം അദ്ദേഹം റയലിൻ്റെ ജേഴ്സി അണിഞ്ഞ് അതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മുടെ ബ്രസീലിൻ്റെ എൻട്രിക്കിൻ്റെ പ്രസൻറ്റേഷനും കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു മികച്ചൊരു സ്ക്വാഡാണ് ഇപ്പോൾ റയലിനുള്ളത്. ആൾറെഡി ഇപ്പോൾ അതിൽ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, ബെല്ലിംഗാം പോലുള്ള താരങ്ങളൊക്കെ ആൾറെഡി ടീമിലുണ്ട്. അവരൊക്കെ നല്ല ഫോമിലുമാണ് നിലവിൽ അവിടെ ടീമിലുള്ളത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ എംബാപ്പയുടെയും എൻട്രിക്കിൻ്റെയും വരവ്. എംബാപ്പെ എൻട്രിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നിലവിലെ ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് എംബാപ്പെ. ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുട്ബോളിലേക്ക് വന്നിട്ടുള്ള യുവതാരങ്ങൾ മീൻസ് 17, 18 അങ്ങനെ ഏജുള്ള താരങ്ങളിലെ ഒരു കത്തി തുടങ്ങുന്ന ഒരു താരമാണ് എൻട്രിക്ക് ബ്രസീലിൻ്റെ. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബിൽ മുന്നേ കളിച്ചിരുന്ന ക്ലബ്ബിൽ മികച്ച ഫോമിലായിരുന്നു. ആ ഒരു ഫോം കാരണം ബ്രസീലിൻ്റെ സ്ക്വാഡിലേക്കൊക്കെ, മെയിൻ സ്ക്വാഡിലേക്ക്, അതുപോലെ കോപ്പ അമേരിക്കൻ്റെ സ്ക്വാഡിലേക്കൊക്കെ എത്തിപ്പെട്ടു. ഈ കോപ്പ അമേരിക്കയിൽ ബ്രസീലിൻ്റെ ജേഴ്സി അണിഞ്ഞപ്പോൾ കാര്യമായിട്ടുള്ള സംഭാവനകളൊന്നും എൻട്രിക്കിന് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വരവ് നല്ലൊരു പ്രതീക്ഷയാണ് റയലിനാണെങ്കിലും ബ്രസീലിനാണെങ്കിലും ഒക്കെ. കാരണം ബ്രസീലിൽ ഒരുപാട് വർഷങ്ങളായിട്ട് മുന്നേറ്റ നിരയിൽ നമ്മുടെ റൊണാൾഡോ, നെയ്മറൊക്കെ പോലുള്ള ഒരു താരത്തിൻ്റെ കുറവുണ്ട്. ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മളെ റിച്ചാർലിസൺ, റോബർട്ടോ ഫിർമിനോ അതുപോലുള്ള ഒരുപാട് താരങ്ങൾ വന്നുപോയി. ഗബ്രിയൽ ജീസസ് പോലുള്ള ഒരുപാട് താരങ്ങൾ വന്നുപോയി. പിന്നെ മാത്രമല്ല വേറെ കുറേ ആളുകൾ നമ്പർ 9 അതുപോലെ ആ സ്ട്രൈക്കർ റോഡിൽ കളിച്ചു പോയി. പക്ഷേ ആർക്കും വേണ്ടത്ര രീതിയിൽ ബ്രസീലിൻ്റെ ആ ഒരു ലെവലിനനുസരിച്ച് തിളങ്ങാൻ കഴിഞ്ഞില്ല. ഇനി അടുത്തത് എൻട്രിക്കിൻ്റെ ഊയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നേടാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ബ്രസീലിന് വേണ്ടിയിട്ട് കളിച്ചു, മെയിൻ ടീമിൽ കളിച്ചു ബ്രസീലിൻ്റെ. ഇനിയിപ്പോൾ റയലിലേക്കുള്ള പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റയലിൻ്റെ ജേഴ്സി അണിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളുടെ മുന്നിൽ പ്രസൻറ്റേഷൻ ടൈമിൽ കരയൊക്കെ ചെയ്തു. അപ്പോൾ ഏതായാലും എംബാപ്പെ, എൻട്രിക്ക് താരങ്ങൾ ഇപ്പോൾ റിസെൻ്റ്ലി വന്നു. അതിന് മുന്നേ തന്നെ റോഡ്രിഗോ, വിനീഷ്യസ്, ബെല്ലിംഗാം പോലുള്ള താരങ്ങൾ മുൻനിരയിലുണ്ട്. അപ്പോൾ എന്താണ് യുവതാരങ്ങളുമായിട്ട്, ഒരു പിടി യുവതാരങ്ങളുമായിട്ട് ഇനി വരും സീസണിൽ റയൽ മാഡ്രിഡ് കളത്തിലിറങ്ങുമ്പോൾ എന്തായിരിക്കും അവരുടെ സ്റ്റാറ്റസ് എന്നുള്ളതാണ് നമ്മളൊക്കെ നോക്കിക്കാണ്ടത്. ആൾ കൂടിയ പാമ്പ് ചാവില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് നമ്മളെ PSG ലാസ്റ്റത്തെ സ്ക്വാഡ്. അതായത് നെയ്മർ, മെസ്സി, എംബാപ്പെ, റാമോസ്, ഇറ്റലിൻ്റെ ഗോൾ കീപ്പർ അഷ്റഫ് ഹക്കിമി പോലുള്ള ഒരുപാട് ലോകോത്തര താരങ്ങൾ, ലോകോത്തര ക്ലബ്ബുകളിൽ മുന്നേ കളിച്ചിരുന്ന താരങ്ങളൊക്കെ ഒരുമിച്ച് കണ്ടൊരു സ്ക്വാഡാണ് വന്നു PSG ഒരുമിച്ച്. നെയ്മറും മെസ്സിയൊക്കെ പാടെ, എംബാപ്പയൊക്കെ പാടെ വന്നിട്ട് എന്താ ഉണ്ടായി PSG ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ ആൾ കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ റയലിൻ്റെ അവസ്ഥ വെച്ച് നോക്കാണ്ടുണ്ടെങ്കിൽ എല്ലാ പൊസിഷനിലും യുവതാരങ്ങളാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ നമ്മൾ മോഡ്രിച്ച്, മറ്റേ ജർമ്മനീൻ്റെ ക്രൂസ് പോലുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ പുറത്ത് യുവതാരങ്ങൾ ബാക്ക് ലൈനിലും ഉണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു ടീമിനെ, നല്ലൊരു മികച്ച യുവനിരയെ വളർത്തിയെടുക്കുകയാണ് റയൽ ചെയ്യുന്നത്. സത്യത്തിൽ ഈ പറഞ്ഞ ഈ താരങ്ങളൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ അതിൽ ആരൊക്കെ പ്ലേയിങ് ലെവലിൽ ഒരുമിച്ചുണ്ടാവുക, ആരൊക്കെ ബെഞ്ചിലിരിക്കേണ്ടി വരിക, ആർക്കൊക്കെ സ്ഥിരമായിട്ട് ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം ഒരു വേൾഡ് കപ്പിൽ 2014 വേൾഡ് കപ്പാണ് തോന്നുന്നുണ്ട്. 14 വേൾഡ് കപ്പിൽ നമ്മൾ ജെയിംസ് റോഡ്രിഗസ്, കൊളംബിയയുടെ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ക പെർഫോമൻസ് ആയ ടൂർണമെൻറ്റിൽ താരമായി. എന്നിട്ട് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നത് റയലിൽ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാരണം അദ്ദേഹത്തിന് റയലിലേക്ക് വിളി വന്ന് റയലിൻ്റെ സ്ക്വാഡിലെത്തി, റയലിന് വേണ്ടി കളിച്ചു. പിന്നീട്
സ്ഥിരമായിട്ട് റയലിൻ്റെ ബെഞ്ചുമായിരുന്നു. കാരണം അവിടെ അവസരമില്ല. റൊണാൾഡോ പോലുള്ള താരങ്ങളൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കെ ആ ഒരു സ്കോഡിലേക്കാണ് നമ്മളെ റോഡ്രിഗസിൻ്റെ വരവ്. അത്രയും മിന്നുന്ന ഫോമിൽ നിൽക്കുന്ന സമയത്ത് എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ അവസരം കിട്ടായിട്ട് സ്ഥിരമായിട്ട് ബെഞ്ചിലിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോം പോയി. പിന്നെ വേറെ ഏതോ ക്ലബിലേക്കൊക്കെ ലോൺ അടിസ്ഥാനത്തിലോ അല്ലാതൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ഇതിലൊക്കെ എത്തിപ്പെട്ടു. ഇപ്പോൾ ആളെ അവസ്ഥയാണ്. ഏത് ക്ലബിലാണെന്നുള്ള എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ ബയണിലൊക്കെയാണ് തോന്നുന്നുണ്ട് ലോൺ അടിസ്ഥാനത്തിൽ പോയതാണ്. പിന്നെ വേറെ ഏതൊക്കെ ക്ലബ്ബ് പോയിക്കോണിപ്പോൾ. ഇപ്പോൾ റീസെൻ്റ്ലി അദ്ദേഹം കൊളംബിയക്ക് വേണ്ടി കോപ്പ അമേരിക്കയിൽ നല്ല പെർഫോമൻസൊക്കെ കാഴ്ച വെച്ചു. എന്നാൽ വേൾഡ് കപ്പത്തെ പെർഫോമൻസിന് ശേഷം പിന്നെ എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേര് ഉയർത്തിക്കാട്ടണത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ താരങ്ങൾ ഇങ്ങനെ നിരന്ന് യുവതാരങ്ങളൊക്കെ റയലിലേക്ക് അടുക്കുമ്പോൾ ചാൻസ് കൂടി വേണമല്ലോ. എല്ലാവർക്കും പാടപ്പോൾ കളിച്ചാൻ കഴിയില്ലല്ലോ. അപ്പോൾ താരങ്ങളുടെ ഒരു കരിയർ കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കരിയർ ബെഞ്ചും ഇരിക്കേണ്ടി വന്നാൽ അങ്ങനെ ഇരിക്കേണ്ടി വരും. പിന്നെ മറ്റുള്ള ക്ലബ്ബുകളിലേക്കുള്ള വിളികൾ അല്ലാന്നുണ്ടെങ്കിൽ രാജ്യാന്തര ടൂർണമെൻറ്റുകൾ ടീം സെലക്ഷൻ വരുമ്പോൾ അതിലേക്കുള്ള വിളികളൊന്നും ഉണ്ടാവില്ല. അത് വേറെ കാര്യം. സ്ഥിരമായിട്ട് ഫോം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിച്ചു പോവാം. അതൊക്കെയാണ് റയലിൻ്റെ അവസ്ഥ. കാരണം നല്ല പ്ലേയേഴ്സിനെ എപ്പോഴും ടീമിലെത്തിക്കാൻ കരുത്തുള്ള അല്ലെങ്കിൽ സാമ്പത്തികമുള്ള എന്നും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ടീമാണ് റയലിൻ്റെ മാനേജ്മെൻറ്റ്. ഏതായാലും മികച്ചൊരു ലൈനപ്പുമായിട്ടാണ് അവർ അടുത്ത സീസണിൽ ഇറങ്ങാൻ പോകുന്നത്. ആര് ലൈനപ്പിൽ കളിച്ചാലും എന്നും റയൽ മാഡ്രിഡ് അറിയുമ്പോൾ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നാണ്. ചാമ്പ്യൻസ് ലീഗിലെ കിങ്സാണ് അവർ. ചിലപ്പോൾ ലീഗ് ട്രോഫി പോലും കിട്ടിയിട്ടില്ല, ലാ ലീഗിൻ്റെ ട്രോഫി പോലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ ഒരു കപ്പടിച്ചിട്ടുണ്ടാവും. ചാമ്പ്യൻസ് ലീഗിൽ ഒരേ ഒരു കിങ്സേ ഉള്ളൂ, റയൽ മാഡ്രിഡ് അല്ലേ. നമുക്ക് എല്ലാ ചാമ്പ്യൻസ് ലീഗ് ടൂർണമെൻറ്റുകളും എടുത്താൽ മനസ്സിലാകും റയൽ മാഡ്രിഡിൻ്റെ സ്റ്റാറ്റസ്. ചാമ്പ്യൻസ് ലീഗാണ് കളിച്ചുമ്പോൾ വേറെ ലെവലേക്കാണ്. ഒരു പിടി മികച്ച താരങ്ങൾ ഒരു ടീമിൽ ഒരു സീസണിലേക്കുള്ള അംഗത്തിന് തയ്യാറാവുമ്പോൾ എന്തായിരിക്കും ആ ഒരു ടീമിൻ്റെ അവസ്ഥ, ആ ടീമിൻ്റെ പെർഫോമൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ പോലുള്ള ഒരുപാട് ഫുട്ബോൾ ഫാൻസ്.